പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് തുടർന്നുള്ള ചിന്തയ്ക്കായിട്ട് ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്നത് ശുശ്രൂഷകന്മാർ. കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ച് വേലയ്ക്കായി വേർതിരിച്ച ശുശ്രൂഷകന്മാർ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. മാതൃകയായി നമ്മുടെ കർത്താവ് മാത്രമാണ്. അവൻ തന്ന കൽപ്പനകളും ദൈവിക വചനങ്ങളുമാണ് നമുക്ക് ആശ്രയിപ്പാനുള്ളത്. സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം പറഞ്ഞുകൊണ്ട് സ്തോത്രം. വർഷങ്ങൾക്ക് മുൻപ് ദൈവകൃപയിൽ എഴുതിയ ഒരു ഗാനം ഇവിടെ പാടുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അത് അനുഗ്രഹകാരണമായി തീരട്ടെ. ആമീൻ. സ്തോത്രം. എന്നോടൊപ്പം ചേർന്ന് പാടുവാൻ കഴിയുമെങ്കിൽ അതിനവസരമെടുക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ, കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ. നിന്റെ രക്തം സർവപാപവും പോക്കുന്നു, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ദൈവത്തിനായി വില വാങ്ങിയ കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ, കുഞ്ഞാടേ നീ യോഗ്യൻ. പുസ്തകം വാങ്ങുവാൻ, മുദ്ര പൊട്ടിപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചു ക്രൂശതിൽ സ്വർഗത്തിനും ഭൂമിക്കും രാജാവായവൻ കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ, കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ആമേൻ. നിന്റെ ശരീരം നുറുക്കപ്പെട്ടതിനാൽ വീണ്ടെടുപ്പിൻ ഗാനം പാടുവാൻ ഞങ്ങളെ രാജപുരോഹിത വർഗമായി മാറ്റിയ കുഞ്ഞാടേ നീ യോഗ്യൻ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ, കുഞ്ഞാടേ നീ യോഗ്യൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബാക്കി അടികൾ അവസാനം പാടിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കുഞ്ഞാടായി സ്തോത്രം. പാപികളുടെ വീണ്ടെടുപ്പിനായി ഇവിടെ കടന്നു വന്ന് മനുഷ്യരൂപത്തിൽ സ്തോത്രം നമ്മെ രക്ഷിപ്പാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടിൻ്റെ യാഗത്തിൽ ആമേൻ നമുക്ക് രക്ഷ പ്രദാനം ചെയ്ത് ദൈവത്തിന് സകല മഹത്വവും കരയേറ്റിട്ടുണ്ട്. ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് സ്തോത്രം. ഇന്ന് നാം ചിന്തിപ്പാൻ പോകുന്നത് ശുശ്രൂഷകന്മാർ, ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർ. ആമേൻ. ആത്മീയ ശുശ്രൂഷ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ കാണുന്ന ഇതാണ്: അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, അധ്യാപകൻ എന്നിവരാണ് ദൈവസഭയിലെ പ്രധാന ശുശ്രൂഷകർ.
ദൈവം തൻ്റെ ജനത്തെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ആമേൻ പരിശീലിപ്പിക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ പ്രധാന ദൗത്യം. ആമേൻ, സ്തോത്രം. ഓരോ പ്രാദേശിക സഭയിലും ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ടായിരിക്കണം. ഈ അധ്യക്ഷന്റെ കീഴിൽ ശുശ്രൂഷന്മാരും ശുശ്രൂഷക്കാരികളും വേണം. ആമേൻ. കത്തോലിക്ക സഭയിൽ പോപ്പ മുതൽ അച്ഛന്മാർ വരെയുള്ള വിവിധ തരം ശുശ്രൂഷകരുണ്ട്. ഇവരെല്ലാം പുരോഹിതരാണ്. യാക്കോബായ സഭയിൽ പാത്രിയാർക്കീസ് മുതൽ അച്ഛന്മാർ വരെയുള്ള പട്ടക്കാരുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ പാത്രിയാർക്കീസിന് പകരം കാതോലിക്ക ആണെന്ന് വ്യത്യാസമേ ഉള്ളൂ. മാർത്തോമ സഭയിൽ മാർത്തോമ മെത്രോപൊലീത്തായി ആണ് സഭാതലവൻ. ആമീൻ. ബ്രദൻ സഭകളിൽ സഹോദരന്മാർ ആമീൻ സഹോദരിമാരും സുവിശേഷകരും മാത്രമേ ഉള്ളൂ. ആമീൻ. പെന്തക്കോസ്ത് സഭകളിൽ എന്തൊക്കെയാണുള്ളത് എന്ന് തീർത്ത് പറയാനാവില്ല. പക്ഷേ തിരുവചനം എന്തു പറയുന്നു എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ബൈബിൾ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ആമീൻ. എഫേസ്യ ലേഖനം 4:11 അത് നാം വായിക്കുന്നു. ഇവരാണ് ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ, ഉപദേശകന്മാർ എന്ന് പറയുന്നതിന് മുമ്പ് ചിലരെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ചിലരെ എന്ന് പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒന്നാണെന്ന് വാദിക്കുന്നവരുണ്ട്. ആമേൻ. എങ്കിലും ഇവർ രണ്ടാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഈ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ അയക്കപ്പെട്ടവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർക്കാണ് ആദ്യം ഈ പേര് ഉപയോഗിച്ചത്. പിന്നീട് മത്തിയാസിനെയും അപ്പോസ്തലനായെന്ന് പരിഗണിച്ചു. പൗലോസ് അപ്പോസ്തലനാണെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല. 1 കൊരിന്ത്യർ 9:1 കർത്താവിന്റെ ആമീൻ സഹോദരനായ യാക്കോബിനെ അപ്പോസ്തലനായി അംഗീകരിക്കുന്നു എന്ന് ഗലാത്യ ലേഖനം 1:19 തെളിയിക്കുന്നു. ആമീൻ. പ്രവൃത്തികളുടെ പുസ്തകം 14:14 ബർന്നബാസിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ എണ്ണം 12 മാത്രമല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇക്കാലത്തും അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ എന്ന് പൗലോസ് പറയുന്നതിൽ നിന്നും അപ്പോസ്തലന്മാരുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാം. വ്യാജ അപ്പോസ്തലന്മാരും ഉണ്ടാകാം. 2 കൊരിന്ത്യർ 11:13 വെളിപ്പാട് പുസ്തകം 2:2 ആമീൻ അത് നാം മനസ്സിലാക്കുന്നു. ആകയാൽ സൂക്ഷിക്കുക. പക്ഷേ സ്ത്രീകൾ അപ്പോസ്തോലിക ശുശ്രൂഷ ചെയ്തതായി ദൈവവചനത്തിൽ കാണുന്നില്ല. 2. പ്രവാചകൻ. പ്രസംഗകരെയാണ് പ്രവാചകന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത് എന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാടുകൾ പ്രാപിച്ച ജനത്തെ അറിയിക്കുന്നവരാണ് പ്രവാചകന്മാർ. ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ് പ്രവചനവരം. അഗബോസ് എന്ന പ്രവാചകനെ കുറിച്ച് പ്രവൃത്തികളുടെ പുസ്തകം 11:28 21:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ എന്നീ വാക്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അഗബോസ് പ്രസംഗകനായിരുന്നില്ല, ഭാവി പ്രവചിക്കുന്നവനായിരുന്നു. ആസന്ന ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന ക്ഷാമത്തെക്കുറിച്ചും പൗലോസിനുണ്ടാകാനുള്ള കഷ്ടങ്ങളെക്കുറിച്ചും അഗബോസ് പ്രവചിച്ചു. അതുപോലെ സുവിശേഷകനായ ഫിലിപ്പോസിന്റെ പെൺമക്കൾ പ്രവചിച്ചിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 21:8-9 വാക്യം. മൂടുപടം ഇട്ടുകൊണ്ട് സ്ത്രീകൾക്ക് സഭയിൽ പ്രവചിക്കാം എന്ന് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ആമീൻ. 1 കൊരിന്ത്യർ 11:5. ആമീൻ. 3. സുവിശേഷകൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ സുവിശേഷം അറിയിക്കുന്നവനാണ് സുവിശേഷകൻ. സ്തെഫാനോസിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസിനെ സുവിശേഷകൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോസ്തലൻ, പ്രവാചകൻ എന്നിവരെക്കാൾ താഴെയുള്ളതും
പാസ്റ്ററേക്കാൾ വലിയവനുമാണ് സുവിശേഷകൻ. സുവിശേഷകൻ മൂത്ത് പാസ്സാകുന്ന പരിപാടി ദൈവവചനത്തിലില്ല എന്ന് ചുരുക്കം. സുവിശേഷകനെ പാസ്റ്ററാക്കുന്ന അത്ഭുത വിദ്യ പെന്തക്കോസ്തിൽ മാത്രമേ കാണൂ. ഇത് വചനവിരുദ്ധമാണ്. ആമേൻ. അപ്പോസ്തലന്റെ ശുശ്രൂഷയും സുവിശേഷകന്റെ ശുശ്രൂഷയും തമ്മിൽ വളരെ സാമ്യമുണ്ടെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം ആമേൻ തെളിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം അറിയിക്കുക, സഭകൾ സ്ഥാപിക്കുക തുടങ്ങിയവാണ് സുവിശേഷകന്റെ ജോലി. പക്ഷേ അപ്പോസ്തലന്മാരെ പോലെ സുവിശേഷകർ സഭകളിൽ ഭരണം നടത്തിയതായി ബൈബിളിൽ കാണുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. 4. ഇടയൻ. പാസ്റ്റർ എന്ന ഇംഗ്ലീഷ് വാക്കാണ് മലയാളികളായ നമുക്ക് ഇടയൻ എന്ന മലയാള വാക്കിനേക്കാൾ പരിചയം. ആളുകളെ പരിപാലിക്കുന്നവനാണ് ഇടയൻ. കർത്താവായ യേശു ക്രിസ്തു ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത നല്ല ഇടയനാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രാദേശിക കൂട്ടമായാണ് പ്രാദേശിക സഭ. ഈ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കാനായി ദൈവം നിയമിച്ച ഇടയന്മാരാണ് പാസ്റ്റർമാർ. 1 തിമോത്തി 3:1 കാണുന്ന ബിഷപ്പ് അല്ലെങ്കിൽ ഇടയൻ പാസ്റ്റർ തന്നെയാണ്. ആമീൻ. പ്രാദേശിക സഭയിൽ ശുശ്രൂഷകർ മാത്രമെന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ അതല്ല ദൈവവചനത്തിൽ കാണുന്നത്. 2 തിമോത്തി 3:1 മുതൽ വായിച്ചാൽ അധ്യക്ഷൻ അഥവാ ബിഷപ്പ്, ശുശ്രൂഷകന്മാർ, സ്ത്രീകൾ, ശുശ്രൂഷക്കാരികൾ എന്നിങ്ങനെ 3 തരം ശുശ്രൂഷക്കാർ പ്രാദേശിക സഭയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ശുശ്രൂഷകരുടെ മേൽനോട്ടക്കാരനാണ് പാസ്റ്റർ എന്ന് ഈ ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ വ്യക്തമാകും. ഹല്ലേലൂയ, സ്തോത്രം. 5. ഉപദേഷ്ടാവ്. അധ്യാപകൻ എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കാണ് മലയാളത്തിൽ ഉപദേഷ്ടാവ് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇത് ശരിയായ തർജ്ജമയല്ല. ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ഉപദേഷ്ടാവ്. പക്ഷേ ഭൂരിപക്ഷം പ്രാദേശിക സഭകളിലും ഉപദേഷ്ടാവ് അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നൊരു ശുശ്രൂഷകൻ ഇല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 5 തരം ശുശ്രൂഷകന്മാരുടെ ജോലി എന്ത്? അത് എഫേസ്യ ലേഖനം 4:12 മുതൽ 13 മുതൽ പറയുന്നുണ്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവോത്തരനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. ഹല്ലേലൂയ. വല്ല പിടിയും കിട്ടിയോ? ഹല്ലേലൂയ. ഇല്ലെന്ന് തീർച്ച. മൂക്കിൽ തൊടാൻ 3 വലത്ത് വയ്ക്കുന്ന രീതിയാണ് പൗലോസ് സാധാരണയായി എഴുതുക എന്ന് ഗ്രീക്ക് അറിയാവുന്നവർ വായിക്കാറുണ്ട്. ആമീൻ പറയാറുണ്ട്. മേൽപ്പടി വാക്യങ്ങൾ തർജ്ജമ ചെയ്തവർ അത് കൂടുതൽ വളച്ചു കിട്ടി. അതുകൊണ്ട് ഒരു സുപ്രധാന ഉപദേശ സത്യം മിക്കവരും ഗ്രഹിക്കാതെ പോയി. ആത്മീയ ശുശ്രൂഷയെ തന്നെ ഇത് ബാധിച്ചു. അല്പം കൂടി ലളിതമായ ഏതെങ്കിലും തർജ്ജമയുടെ സഹായത്തോടെ ഈ ഭാഗം പഠിക്കേണ്ടതുണ്ട്. കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ ആധികാരിക തർജ്ജമ അല്ലെങ്കിലും കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ സഹായമാണ്. Christ chose some of us to be apostles, prophets, missionaries, pastors and teachers so that his people would learn to serve and his body would grow strong. ഗുഡ് ന്യൂസ് ബൈബിളിലും ഈ ഭാഗം വ്യക്തമായ ഭാഷയിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. He did this to prepare all God's people for the work of Christian service in order to build up the body of Christ. ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണിയുടെ ശുശ്രൂഷയ്ക്ക് വിശുദ്ധരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ശുശ്രൂഷകരുടെ കർത്തവ്യം എന്ന് ചുരുക്കം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ദൈവസഭ. ഈ ദൈവസഭ പണിയപ്പെടണം. അതിന്
പണിക്കാർ വേണം. ആരാണ് പണിക്കാർ? അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, അധ്യാപകൻ എന്നിവരാണോ? അങ്ങനെയാണ് മിക്കവരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതല്ല ദൈവവചനം പറയുന്നത്. ദൈവസഭയെ പണിയുക എന്നത് വിശുദ്ധന്മാരുടെ, അതായത് ദൈവമക്കളുടെ ജോലിയാണ്. ഈ ജോലി ചെയ്യാൻ വിശ്വാസികളെ പ്രാപ്തരാക്കുക, പഠിപ്പിക്കുക എന്നതാണ് അപ്പോസ്തലൻ മുതൽ അധ്യാപകൻ വരെയുള്ള ശുശ്രൂഷക്കാരുടെ ജോലി. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ സഭയിൽ നടക്കുന്നതെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല. പട്ടത്വ സഭകളിൽ നടന്നു വരുന്നത് കണ്ടുപഠിച്ച് പെന്തക്കോസ്തർ അത് തങ്ങളുടെ സഭയിലും പകർത്തി ദൈവവചനം എന്ത് പറയുന്നു എന്ന് അവർ പരിശോധിച്ചില്ല. അതാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. പട്ടത്വം സഭകളിൽ അച്ഛനുണ്ട്, അതിനു പകരം പെന്തക്കോസ്തിൽ പാസ്റ്ററുണ്ട്, അവിടെ മെത്രാനുണ്ട്, ഇവിടെ സെൻട്രൽ പാസ്റ്ററുണ്ട്, അവിടെ കാതോലിക്കായോ പാത്രിയാർക്കീസോ പോപ്പോ ഉണ്ട്. അതിനു പകരം ഇവിടെ ജനറൽ പ്രസിഡന്റ്, സെക്രട്ടറിയും മറ്റുമുണ്ട്. പട്ടത്വ സഭകളിൽ കുർബാന ചൊല്ലൽ മുതൽ സകല പരിപാടികളും നടത്തുന്നത് അച്ഛന്മാരാണ്. പെന്തക്കോസ്ത് സഭകളിൽ ഇതെല്ലാം പാസ്റ്റർമാർ ചെയ്യുന്നു. പാസ്റ്റർമാർ ഇപ്പോൾ റവകളായി മാറുക പോലും ചെയ്തിരിക്കുന്നു. അവിടെ പട്ടം കൊടുക്കുന്നത് മെത്രാനാണ്. ഇവിടെ സഭാ നേതാവ് പട്ടം കൊടുക്കുന്നു. പട്ടം കൊടുക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നത് മാത്രമാണ് ഏക വ്യത്യാസം. ഇതൊന്നും ദൈവവചനത്തിലുള്ള കാര്യമല്ല എന്ന് വിശേഷിച്ച് പറയേണ്ടതില്ല. അപ്പോസ്തലൻ മുതൽ അധ്യാപകൻ വരെയുള്ള ശുശ്രൂഷകരുടെ യഥാർത്ഥ ജോലി എന്താണ്? ദൈവം തൻ്റെ ജനത്തെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കുക എന്നതാണ് ദൈവമക്കളുടെ ശുശ്രൂഷ. ദൈവസഭ പണിയുക. ഒരു ഫുട്ബോൾ ടീമിലെ കോച്ചിന്റെ സ്ഥാനമാണ് ശുശ്രൂഷകനുള്ളത്. പരിശീലനം നൽകുകയാണ് കോച്ചിന്റെ ജോലി. പരിശീലനം നൽകുന്ന സമയത്ത് കളിക്കാരോടൊപ്പം കോച്ചും കളിച്ചെന്ന് വരാം. പക്ഷേ യഥാർത്ഥ മത്സരം ആരംഭിക്കുമ്പോൾ കോച്ച് കോർട്ടിന് പുറത്തായിരിക്കും. പട്ടത്വ സഭകളിൽ പൗരോഹിത്യമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിനും മനുഷ്യനും മധ്യയുള്ള ആളാണ് പുരോഹിതൻ. പക്ഷേ അതല്ല ദൈവസഭയിലെ സ്ഥിതി. പിതാവായ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശ്ശീല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ നിഴലായിരുന്നു. ആ തിരശ്ശീല കർത്താവിന്റെ പരമയാഗത്തോടെ രണ്ടായി ചീന്തിപ്പോയി. അതുകൊണ്ട് ഏത് വിശ്വാസിക്കും പുരോഹിതന്റെ സഹായം കൂടാതെ തന്നെ കൃപാസനത്തോളം അടുത്ത് ചെല്ലാം. പ്രാദേശിക സഭയിലെ ശുശ്രൂഷകരെ കുറിച്ചും ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1 തിമോത്തി 3-ാം അധ്യായത്തിൽ 3 തരം ശുശ്രൂഷകരെ കുറിച്ച് പറയുന്നുണ്ട്. ബിഷപ്പ്, ശുശ്രൂഷകൻ, പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷക്കാരി എന്നിവരാണ് ഈ 3 തരം ശുശ്രൂഷകർ. ഈ 3 തരം ശുശ്രൂഷകരും പ്രാദേശിക സഭയിൽ ഉണ്ടായിരിക്കണം. ബിഷപ്പ്, അധ്യക്ഷൻ, മേൽനോട്ടക്കാരൻ എന്നൊക്കെ അർത്ഥം പറയാവുന്ന വാക്കാണിത്. ദൈവസഭയെ ഒരു ആട്ടിൻകൂട്ടത്തോട് ഉപമിച്ചാൽ ബിഷപ്പ് ഇടയനാണ്. ലോക്കൽ സഭയുടെ പാസ്റ്ററാണ് ബിഷപ്പ് എന്ന് ചുരുക്കം. സാധാരണക്കാരായ വിശ്വാസികളെക്കാൾ അധികം ഉയർന്ന ആത്മീയ നിലവാരം കാത്തു സൂക്ഷിപ്പാൻ ബിഷപ്പിന് കടപ്പാടുണ്ട്. അതുകൊണ്ട് ബിഷപ്പിന്റെ യോഗ്യതകളെ കുറിച്ച് പൗലോസ് ഇപ്രകാരം പറയുന്നു: അധ്യക്ഷൻ നിരപരാധ്യനായി, ഏകഭാര്യയുടെ ഭർത്താവും, നിർമ്മതനും, ജിതേന്ദ്രിയനും, സുശീലനും, അതിഥിപ്രിയനും, ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും, കലഹിക്കാത്തവനും, ദ്രവ്യാഗ്രഹമില്ലാത്തവനും, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കുവാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിക്കുവാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും
ആയിരിക്കണം എന്ന് 1 തിമോത്തി 3:1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ഏക ഭാര്യയുടെ ഭർത്താവ് എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. വിശ്വാസികൾക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുന്നതിന് തടസ്സമില്ലെന്ന് പാസ്റ്റർ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമാണ് പൗലോസ് നിർദ്ദേശിക്കുന്നതെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതല്ല, ഭാര്യ മരിച്ചുപോയാൽ പാസ്റ്റർ വീണ്ടും വിവാഹം കഴിക്കരുത് എന്നാണ് അർത്ഥമെന്ന് പറയുന്നവരുണ്ട്. വിവാഹം കഴിക്കാത്തവർ പാസ്റ്ററാകാൻ പാടില്ല എന്നാണ് അർത്ഥമെന്ന് വ്യാഖ്യാനിക്കുന്നവരും കുറവല്ല. ഏതായാലും പാസ്റ്റർമാർക്ക് ഭാര്യയും കുടുംബവും മറ്റും അനുവദനീയമാണെന്ന് ഈ വാക്യം തെളിയിക്കുന്നു എന്നാണ് പ്രധാന സംഗതി. എല്ലാ പ്രാദേശിക സഭകളിലും നിരവധി ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരികളും ഉണ്ടായിരിക്കണം. ശുശ്രൂഷ എന്ന് കേട്ടാലുടൻ പാസ്റ്ററുടെ ഉദ്യോഗം എന്ന് ധരിക്കരുത്. കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബ, റോമാലേഖനം 16:1 അത് വായിക്കുന്നു. ആ സഭയിലെ പാസ്റ്ററായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. ആ വാക്യത്തിന് അങ്ങനെയൊരു അർത്ഥമില്ല. വചനം പ്രസംഗിക്കുക, വചനം പഠിപ്പിക്കുക, തിരുവത്താഴം നടത്തുക, അതിഥികളെ സത്കരിക്കുക, ദരിദ്രരെ സഹായിക്കുക, പ്രാർത്ഥിക്കുക, പ്രവചിക്കുക തുടങ്ങി വിവിധ തരം ശുശ്രൂഷകളുണ്ട്. ഇവയിൽ ചിലത് സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ്. മേൽപ്പറഞ്ഞവരെല്ലാം പാസ്റ്റർ തന്നെ ചെയ്തു കൊള്ളണമെന്നില്ല. പാസ്റ്ററുടെ സഹായത്തിനായി പ്രാദേശിക സഭകളിൽ ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരികളും വേണം. പാസ്റ്റർമാരുടെ ഏതിന് സമാനമായ യോഗ്യതയാണ് പൗലോസ് ശുശ്രൂഷകന്മാർക്കും നിർദ്ദേശിക്കുന്നത്. ശുശ്രൂഷകന്മാർ കനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വച്ച് കൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ആമീൻ. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും ആമീൻ മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. 1 തിമോത്തി 3:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ 12ാമത്തെ വാക്യത്തിലും ആമീൻ. ഇനി ശുശ്രൂഷക്കാരികളുടെ യോഗ്യതകൾ. ഔവണ്ണം സ്ത്രീകളും ധനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ആമീൻ. 1 തിമോത്തി 3:11. ആമീൻ. ഇവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ വിശ്വാസികളായ സ്ത്രീകളെ കുറിച്ചല്ലെന്ന് വ്യക്തം. കാരണം 1 തിമോത്തി 3:1 മുതൽ 13 വരെ സഭയിലെ ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് വിവരിക്കുന്നത്. അതിനിടയിൽ സാധാരണക്കാരായ സ്ത്രീകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, സാധാരണക്കാരായ പുരുഷന്മാരെ കുറിച്ച് പറയുന്നുമില്ലല്ലോ. പക്ഷേ ആരാണ് ഈ സ്ത്രീകൾ എന്നതിനെ കുറിച്ച് വിവിധ തരം വ്യാഖ്യാനങ്ങളുണ്ട്. ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരാണ് ഈ സ്ത്രീകൾ എന്നാണ് ഒരു പ്രധാന വ്യാഖ്യാനം. അതല്ല, ശുശ്രൂഷകന്മാരെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷക്കാരികളാണ് ഈ സ്ത്രീകളെന്ന് കരുതുന്നവരുമുണ്ട്. രണ്ടിൽ ഏതായാലും ഇവർ ശുശ്രൂഷക്കാരികളായിരുന്നു എന്നതിന് സംശയമില്ല. ഈ സ്ത്രീകളുടെ ശുശ്രൂഷ എന്ത് എന്നതാണ് അടുത്തതായി പഠിക്കേണ്ടത്. ഇവർ പാസ്റ്റർമാരായിരുന്നില്ല എന്ന് തീർച്ച. അപ്പോസ്തലൻ, ഇടയൻ എന്നീ നിലകളിൽ സ്ത്രീകൾ ശുശ്രൂഷ ചെയ്തതായി ദൈവവചനത്തിൽ കാണുന്നില്ല. പക്ഷേ സ്ത്രീകൾ പ്രവാചക ശുശ്രൂഷ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ചെയ്തിരുന്നു. ഹല്ലേലൂയ. സുവിശേഷകനായ ഫിലിപ്പോസിന്റെ പെൺമക്കൾ പ്രവചിക്കുന്നവരായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 21:8-9 വാക്യം. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സഭയിൽ പ്രാർത്ഥിക്കാനും പ്രവചിക്കാനും സ്ത്രീകൾക്ക് അവകാശമുണ്ട്. 1 കൊരിന്ത്യർ 11:5. ഇതിൽ നിന്നും പ്രവാചക ശുശ്രൂഷ ചെയ്യാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് തെളിയിക്കുന്നു. ആമീൻ. പൗലോസിനോടൊപ്പം സ്ത്രീകൾ സുവിശേഷ വേല ചെയ്തതിന് തെളിവുണ്ട്. കർത്താവിൽ ഏക ചിന്തയോടിരിക്കുവാൻ ഞാൻ യുവോദിക്കുകയും സുന്തുകയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളികളായുള്ളവയെ
അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഫിലിപ്പോസിന്റെ ലേഖനം ആമീൻ 4-ാം അധ്യായം 2-3 വാക്യം. സ്ത്രീ വിരോധിയായി പലരും ചിത്രീകരിക്കുന്ന പൗലോസിനോടൊപ്പം സ്ത്രീകൾ സുവിശേഷ വേല ചെയ്തെങ്കിൽ സ്ത്രീകൾക്ക് സുവിശേഷ വേല ചെയ്യാം എന്ന് വ്യക്തം. ഉപദേശിപ്പാനും പുരുഷന്റെ മേൽ അധികാരം നടത്താനും സ്ത്രീയെ പൗലോസ് അനുവദിക്കുന്നില്ല. ഉപദേശിക്കുക എന്ന വാക്കിന് പഠിപ്പിക്കുക എന്നാണ് മൂലഭാഷയിലുള്ള അർത്ഥം. അങ്ങനെയെങ്കിൽ പുരുഷനെ പഠിപ്പിക്കാൻ സ്ത്രീകൾക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കാം. സ്ത്രീകളെയോ കുട്ടികളെയോ സ്ത്രീകൾ പഠിപ്പിക്കുന്നത് അനുവദനീയമാണ്. ആമേൻ. പട്ടത്ത് സഭകളെ അനുകരിച്ച് പെന്തക്കോസ്തർ നടപ്പിലാക്കിയിരിക്കുന്ന ഭരണക്രമം വചനവിരുദ്ധമാണെന്ന് ഇനി വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ആമീൻ. പട്ടത്ത് സഭകളിലെ പുരോഹിതർക്ക് തുല്യരായി പെന്തക്കോസ്തർ പാസ്റ്റർമാർ വിരാജിക്കുന്നു. ഇത് മാറണം. പ്രാദേശിക സഭകളിൽ ശുശ്രൂഷന്മാരും ശുശ്രൂഷക്കാരികളും ഉണ്ടാകണം. ഇവരുടെ അധ്യക്ഷനായി പാസ്റ്റർ ശുശ്രൂഷ ചെയ്യണം. പ്രാദേശിക സഭകൾ സ്വതന്ത്രമാകണം. എല്ലാ പെന്തക്കോസ്ത് സംഘടനകളും ഇല്ലാതാകണം. വചനവിരുദ്ധമായ വിശ്വാസാചാരങ്ങളെല്ലാം ഒഴിവാക്കണം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം പാടിയ പാട്ടിൻ്റെ അവസാനത്തെ 2 ചാൻസ് കൂടി പാടി ഇവിടെ നാം ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ്. ആമേൻ. നിന്റെ ശരീരം നുറുക്കപ്പെട്ടതിനാൽ വീണ്ടെടുപ്പിൻ ഗാനം പാടുവാൻ ഞങ്ങളെ രാജപുരോഹിത വർഗമായി മാറ്റിയ കുഞ്ഞാടേ നീ യോഗ്യൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ. കുഞ്ഞാടേ നീ യോഗ്യൻ. കർത്താതി കർത്താവേ രാജാതി രാജാവേ ധന്യനമേകാധിപതിയെ അമർത്തിനെ അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കുഞ്ഞാടേ നീ യോഗ്യൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ. കുഞ്ഞാടേ നീ യോഗ്യൻ. നിന്റെ ശരീരവും രക്തവും കൈക്കൊണ്ട് സന്തോഷം സൗഖ്യം സമാധാനം പ്രാപിപ്പാൻ ഏഴകൾക്ക് അനുഗ്രഹം പകരുക നാഥനേ. കുഞ്ഞാടേ നീ യോഗ്യൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ശക്തിയും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം സർവത്തിനും യോഗ്യനാം ദൈവ കുഞ്ഞാടേ. കുഞ്ഞാടേ നീ യോഗ്യൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമുക്ക് യോഗ്യതയുള്ള സ്തോത്രം ആമേൻ യാഗമായ കുഞ്ഞാട്. ആ കുഞ്ഞാട് എല്ലാ ശുശ്രൂഷകൾക്കും അധികാരിയായി എല്ലാത്തിൻ്റെയും മുകളിൽ അധികാരമുള്ളവനായി വീണ്ടും വരുന്ന കർത്താവായി. സ്തോത്രം. ആമേൻ. അവനെ ആശ്രയിച്ച് നമുക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ തിരുമേനിക്ക് മഹത്വം കരയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി കർത്താവെ കാൽവരി ക്രൂശിൽ അവിടുത്തെ രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്തു. എല്ലാറ്റിനായും തിരുമേനിക്ക് നന്ദി പറയുന്നു. തിരുമേനിയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുനാമത്തിൽ പ്രയോജനമുള്ളവരും ഉപകാരമുള്ളവരും കർത്താവിൻ്റെ വേല കർത്താവെ സുവിശേഷമായി അനേകരെ കേൾപ്പിച്ച് കർത്താവിലേക്ക് അനേക ആത്മാക്കളെ നേടുന്നവരായി നിത്യതയിൽ അനേകരെ
കർത്താവെ സ്തോത്രം, കൊണ്ടുവരുവാൻ അവസരമാക്കി ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നീ